ഹായ് ഓൾ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വർഗസമവാക്യങ്ങൾ. വർഗസമവാക്യങ്ങളിലെ ഒരു സമവാക്യമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വർഗങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? വർഗങ്ങൾ എന്തായിരുന്നു? ഒരു സംഖ്യയുടെ വർഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ സംഖ്യയെ ഒരു തവണ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു എന്നതാണ്. ഒരു സംഖ്യയെ ഒരു തവണ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതാണ് സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 2 എന്ന് പറയുന്ന സംഖ്യയുടെ വർഗം നമുക്ക് കണ്ടുപിടിക്കണം. 2 × 2. 2നെ ഒരു തവണ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും? 4. ഇനി 3ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? 3 സ്ക്വയർ = 3 × 3 9. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും, ഏത് നമ്പറിന്റെ വേണമെങ്കിലും വർഗം കണ്ടുപിടിക്കാം. ഇനി വർഗം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ചതുരങ്ങളെക്കുറിച്ചും സമചതുരങ്ങളെക്കുറിച്ചും അറിയാം അല്ലെ? ചതുരവും സമചതുരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചതുരങ്ങൾക്ക് 4 സൈഡ്, സമചതുരങ്ങൾക്കും 4 വശങ്ങൾ. കോണുകളും തുല്യം. പിന്നെ അകത്തുള്ള കോണളവുകളെല്ലാം തുല്യം. പിന്നെ എന്തായിരിക്കും പ്രത്യേകത? അകത്തുള്ള കോണളവുകളുടെ എല്ലാം തുക ചതുരത്തിലും 360 സമചതുരത്തിലും 360. ഇവ തമ്മിലുള്ള വ്യത്യാസം പക്ഷെ എന്താണ്? സമചതുരത്തില് എപ്പോഴും വശങ്ങളെല്ലാം തുല്യമായിരിക്കും. ചതുരത്തില് വശങ്ങൾ തുല്യമാകണമെന്നില്ല. പിന്നെ പരപ്പളവ് കണ്ടുപിടിക്കുന്നത് 4 വശങ്ങളും തുല്യമായതിനാൽ പരപ്പളവ് വശം ഗുണം വശം എന്നായിരിക്കും എഴുതുന്നത്. ചതുരത്തില് നീളം ഗുണം വീതി എന്നായിരിക്കും എഴുതുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു സമചതുരമാണ്. ഈ സമചതുരത്തില് പരപ്പളവ് = വശം ഗുണം വശം. ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ നീളം x ആണെങ്കിൽ അതിന്റെ പരപ്പളവ് എന്തായിരിക്കും? വശം ഗുണം വശം. വശം ഗുണം വശത്തിന് ഒരു വശം x ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? xa ഗുണം x. അപ്പൊ എന്തായിട്ട് മാറും പരപ്പളവ്? x². നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സംഖ്യയെ ഒരു തവണ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതിനെ നമ്മൾ അതിന്റെ വർഗം എന്നാ പറയുന്നത്. അപ്പൊ x-നെ x കൊണ്ട് ഒരു തവണ ഗുണിക്കുന്നതിനെ നമുക്ക് x-ന്റെ വർഗം എന്ന് പറഞ്ഞൂടെ? സമചതുരത്തിന്റെ വശത്തിന്റെ നീളം x ആണെങ്കിൽ അതിന്റെ പരപ്പളവ് x² ആയിട്ട് മാറും. ഇനി വേരിയബിൾ മാറുന്നതിനനുസരിച്ച്, ചരം മാറുന്നതിനനുസരിച്ച് നമ്മുടെ പരപ്പളവിന്റെ വിലയും വ്യത്യാസം വരും. സമചതുരത്തിന്റെ വശത്തിന്റെ നീളം a ആണെങ്കിൽ അതിന്റെ പരപ്പളവ് എന്തായിട്ട് മാറും? a² ആയിട്ട് മാറും. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതായത് സ്ക്വയർ എന്താണെന്ന്, വർഗം എന്താണെന്ന് നമുക്കറിയാം എങ്കിൽ എന്ത് പഠിച്ചാലും നമ്മൾ അതിന്റെ ഓപ്പറേഷൻസ് പഠിക്കണം അല്ലെ? നമ്പേഴ്സ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഓപ്പറേഷൻസ് പഠിച്ചു. സ്ക്വയർ വർഗങ്ങൾ പഠിച്ചു കഴിയുമ്പോഴും നമുക്ക് അതിന്റെ ഓപ്പറേഷൻസ് ചെയ്ത് നോക്കാം. 5 സ്ക്വയറിൽ നിന്ന് 4 സ്ക്വയർ മൈനസ് ചെയ്യാൻ പറ്റുമോ? മൈനസ് ചെയ്യാൻ പറ്റും. എങ്ങനെ മൈനസ് ചെയ്യാം? ആദ്യം 5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, ദെൻ അതിൽ നിന്നും 4ന്റെ സ്ക്വയർ മൈനസ് ചെയ്യുന്നു. 5² - 4² നമുക്ക് കിട്ടി. 25 - 16 ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. 1001 സ്ക്വയർ - 999 സ്ക്വയർ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. എങ്ങനെയാ? 1001 × 1001 ചെയ്ത് നോക്കുക, അത് കണ്ടുപിടിക്കുക. ദെൻ 999 × 999 ചെയ്ത് നോക്കുക. നേരത്തെ കണ്ടുപിടിച്ച 1001ന്റെ സ്ക്വയറിൽ നിന്നും 999ന്റെ സ്ക്വയർ മൈനസ് ചെയ്യുക. കുഴപ്പമില്ല ചെയ്യാനല്ലേ? പക്ഷെ നമുക്ക് ഒരുപാട് സമയം പോകും. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇത്രയും വലിയൊരു പ്രോബ്ലം ചെയ്യാൻ എന്തെങ്കിലും ഇക്വേഷൻസ് ഉണ്ടോ, സമവാക്യങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. വർഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ സമവാക്യങ്ങളെ നമുക്ക് വർഗ സമവാക്യങ്ങളെന്ന് പറയാം. നമുക്കിപ്പോൾ ഒരു പുതിയ ആശയം പരിചയപ്പെടാം. വർഗ വ്യത്യാസം. ഈ എഴുതിയേക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? നേരത്തെ ഞാൻ കാണിച്ച ക്വസ്റ്റ്യനില് 2 വർഗങ്ങളുടെ വ്യത്യാസമാണ് എടുക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന സമവാക്യങ്ങളെ ഞാൻ വിളിക്കുന്ന പേരാണ് വർഗ വ്യത്യാസം. വർഗങ്ങളുടെ വ്യത്യാസം, ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ്. ഓക്കെ ആണോ? വർഗ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. 2 വേരിയബിൾ, 2 ചരങ്ങൾ ഉപയോഗിച്ച് എഴുതിയ ഒരു ഇക്വേഷൻ. x² - y², അതായത് x-ന്റെ വർഗത്തിൽ നിന്നും y-യുടെ വർഗം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് x + y × x - y ആണ്. ആ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു, സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുന്നു, എന്നിട്ട് അവയുടെ ഗുണനഫലം കണ്ടുപിടിക്കുന്നു. അതാണ് അവ തമ്മിലുള്ള വർഗ വ്യത്യാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? നോക്കിക്കേ, ഇപ്പൊ ഈ കാണിച്ചേക്കുന്നത് x വശമുള്ള ഒരു സമചതുരമാണ്. x വശമുള്ള ഒരു സമചതുരമാണ്. അതിന്റെ പരപ്പളവിന് ഞാൻ
എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുന്നു. എക്സ് വശം ആവുമ്പോൾ വശം ഗുണം വശം പരപ്പളവ് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ കിട്ടും ആണല്ലോ. ഇനി പറയാനുള്ളത്, ഞാൻ ഈ എക്സ് എന്ന് പറയുന്ന വശത്തില് ഒരു y സെന്റിമീറ്റർ കട്ട് ചെയ്യുന്നു. ഇവിടുന്നും ഒരു y സെന്റിമീറ്റർ കട്ട് ചെയ്യുന്നു. അതായത് ഞാൻ ഈ എക്സ് എന്ന് പറയുന്ന എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരപ്പളവുള്ള സമചതുരത്തിൽ നിന്നും y വശം വരുന്ന സമചതുരം കട്ട് ചെയ്ത് മാറ്റുന്നു. മാറ്റാവല്ലോ എനിക്ക്. അപ്പൊ അത് എന്ത് കിട്ടുമായിരിക്കും എനിക്ക്? ദാ നോക്കിക്കേ, ഇവിടുന്ന് ഞാൻ ഇങ്ങനെയായിരിക്കും കട്ട് ചെയ്ത് മാറ്റുന്നത്. കണ്ടോ? എക്സ് സെന്റിമീറ്റർ, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരപ്പളവുള്ള സമചതുരത്തിൽ y സെന്റിമീറ്റർ വശം വരുന്ന ഒരു സമചതുരം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നു, y സെന്റിമീറ്റർ. അപ്പോ ഇനി ആ കട്ട് ചെയ്ത് മാറ്റിയ പോർഷൻ ഇതാ ഇങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. ആദ്യം എക്സ് സ്ക്വയർ ആയിരുന്നു ഇവിടുത്തെ പരപ്പളവ്. പിന്നീട് ഞാൻ ഇത്രയും പോർഷൻ y സെന്റിമീറ്റർ വശം വരുന്ന ഒരു സമചതുരം കട്ട് ചെയ്ത് മാറ്റി. അപ്പോ ആദ്യത്തെ പരപ്പളവ് എക്സ് സ്ക്വയർ ആയിരുന്നു അല്ലേ? അപ്പൊ y സെന്റിമീറ്റർ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അതിന്റെ പരപ്പളവ് എന്തായിട്ട് മാറും? y സ്ക്വയർ ആയിട്ട് മാറും അല്ലേ? അതിന്റെ ഏരിയ എന്ന് പറയുന്നത്, വശം എന്ന് പറയുന്നത് y ആയിരിക്കും. സോ അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് y സ്ക്വയർ ആയിരിക്കും. ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമുക്ക് ഇനി റിമൈനിങ് ആയിട്ടുള്ള പോർഷൻ ദാ ഇത്രയും പോർഷൻ ആണ് അല്ലെ? ഈ പോർഷന്റെ പ്രത്യേകത എന്താ? നേരത്തെ എക്സ് സ്ക്വയർ ആയിരുന്നു പരപ്പളവ്, ഇപ്പോഴും എക്സ് സ്ക്വയർ ആണോ? അല്ല. കാരണം y സ്ക്വയർ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് ഇവിടുന്ന് മാറ്റി കഴിഞ്ഞു. ഇപ്പൊ ഈ y സ്ക്വയർ ഇല്ല. അപ്പൊ y സ്ക്വയർ ഇല്ലാത്ത പോർഷന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇത്രയും പോർഷന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഇത് മൊത്തം എക്സ് സ്ക്വയർ ആയിരുന്നു, പിന്നെ ഇവിടെ y സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റി. പരപ്പളവ് എക്സ് സ്ക്വയർ ആയിരുന്നു, ഇവിടുത്തെ y സ്ക്വയർ പരപ്പളവ് ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ ഇവിടുത്തെ പോർഷന്റെ ഏരിയ എന്തായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് y സ്ക്വയർ. ഓക്കെ അല്ലേ? നോക്കിക്കേ, ആദ്യത്തെ എൻ്റെ ഫുൾ സമചതുരമാണ് ഈ കാണിച്ചേക്കുന്നത്. ദെൻ അതിനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നു. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇങ്ങനൊരു ഫിഗർ എനിക്ക് കിട്ടുന്നു. നോക്കിക്കേ, ഇതെന്തെങ്കിലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പോർഷൻ ആണോ? അല്ലെങ്കിൽ നമുക്ക് ഇത്തരം ഷേപ്പ് നമുക്ക് അറിഞ്ഞൂടാ അല്ലേ? പരപ്പളവ് കണ്ടുപിടിക്കാൻ അറിയത്തില്ല. നമുക്കൊരു ചതുരമോ സമചതുരമോ ത്രികോണോ ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതിന്റെ പരപ്പളവ് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിന് നമുക്ക് പരിചയമുള്ള ഒരു ഷേപ്പായിട്ട് ഇതിനെ നമുക്ക് മാറ്റാം. നോക്കിക്കേ, ഇപ്പം രണ്ട് ചതുർഭുജങ്ങളായി അല്ലേ? താഴെ ഒരു ചതുരം, മുകളിലും ഒരു ചതുരം അല്ലെ? ചതുരത്തിന്റെ സമചതുരം അല്ല, ചതുരം, കാരണം വശങ്ങൾ വ്യത്യാസമുണ്ട് ഇതിന്. നോക്കിക്കേ, ആദ്യം ഞാൻ ഇത്രയും പോർഷൻ എക്സ് ആയിട്ടാണ് എടുത്തത്. അതായത് ഇത്രയും ലെങ്ത് എക്സ് ആയിരുന്നു. ദെൻ അവിടുന്ന് y കട്ട് ചെയ്ത് മാറ്റിയത് കൊണ്ട് ഇവിടെ എന്തായിട്ട് മാറും? എക്സിൽ നിന്നും y കുറയ്ക്കുന്നു, അതായത് എക്സ് മൈനസ് y വശമായിട്ട് മാറും. ദെൻ ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയ പോർഷനാണ്. അവിടുത്തെ വശം എന്ന് പറയുന്നത് y ആയിരിക്കും. സോ ഈ ഒരു ചതുരത്തിന്റെ വശങ്ങൾ നമുക്ക് കിട്ടിയല്ലോ. നീളം ഗുണം വീതിയാണല്ലോ പരപ്പളവ്. സോ ഇവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി y. ദെൻ ഇവിടുത്തെ ഡിസ്റ്റൻസ് കിട്ടി എക്സ് മൈനസ് y. ദെൻ അടുത്ത ഈ ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് നോക്കാം. ഇത് എക്സ് സെന്റിമീറ്റർ ആണ്, നീളം ഗുണം വീതിയാണ് ഇവിടുത്തെയും പരപ്പളവ്. ദെൻ അടുത്ത ഈ ലെങ്ത് നോക്കാം. ഈ ലെങ്ത് എത്രയായിരിക്കും? മൊത്തം എക്സ് ആയിരുന്നു, അതിൽ നിന്ന് y കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ എന്തായിട്ട് മാറും? എക്സ് മൈനസ് y ആയിട്ട് മാറും. എക്സ് മൈനസ് y. ഇനി നമുക്ക് ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ മൈനസ് y സ്ക്വയർ ആണ് ഇതിന്റെ പരപ്പളവ് അല്ലെ? അതെങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് ചതുർഭുജങ്ങളുടെയും കൂടെ ഏരിയ പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് സം ചെയ്താൽ മതി അല്ലേ? അപ്പൊ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. നോക്കിക്കേ, രണ്ടിടത്തും എക്സ് മൈനസ് വൈ കോമൺ ഉണ്ട്. കോമൺ എടുക്കാമല്ലോ. കോമൺ എടുക്കുമ്പോൾ എന്തായിട്ട് കിട്ടും? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതായത് നമുക്ക് കിട്ടിയത് എന്താ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന വർഗ വ്യത്യാസം എന്താണെന്ന് കിട്ടി? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതായത് രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം സംഖ്യകളുടെ തുകയുടെയും വ്യത്യാസത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
1001 സ്ക്വയർ മൈനസ് 999 സ്ക്വയർ എന്ത് കിട്ടും? 1001 999 കൂടെ കൂട്ടുക, ദെൻ അത് കുറയ്ക്കുക, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആൻസർ 4000 കിട്ടും. താങ്ക് യു.